പൈസയല്ല ഉള്ളത്. ഇപ്പോൾ നമ്മളെ ശരീരം 4 ദിവസം കിടക്കാതെ കണ്ടിട്ട് നല്ല വൈക്ക് പോകാനുള്ള അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ സിനിമയിലൊന്ന് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായത്. ഇവിടെ ഒന്ന് നടത്തി കയറാൻ പറ്റുമോ? പ്രായം 68. വിമലാമ്മയുടെ മുന്നിൽ ഇതൊക്കെ ഒരു പ്രായമാണോ? എന്താ വൈബ്? കിഡിലോസ്കി മുത്തശ്ശി. ഇന്നിപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കി. അതാ അതിന് കയറി തൂങ്ങി ഇന്ന് ബലൊന്ന് പൊന്തിച്ച് വന്ന്. പക്ഷെ ഒന്നും കൂടി ബലം കിട്ടട്ടെ, ഇതേ ആരോഗ്യം ഒന്നും കൂടി വീണ്ടെടുക്കട്ടെ വെച്ചിട്ട്. മടി പിടിച്ച് കിടക്കുന്നവരൊക്കെ ഒന്ന് കണ്ടേ വിമലാമ്മയുടെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. നമുക്ക് പൈസയല്ല ഉള്ളത്. ഇപ്പോൾ നമ്മളെ ശരീരം 4 ദിവസം കിടക്കാതെ കണ്ടിട്ട് നല്ല വൈക്ക് പോകാനുള്ള അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് ഇവിടെ വന്നിട്ട് ഈ വർക്കൗട്ടിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ബോഡിയൊക്കെ ഒരു വിറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ആരോഗ്യത്തിന് തന്നെ നല്ലൊരു ആരോഗ്യം പോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടും ജോലി കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഇവിടെ വന്നാൽ പ്രായത്തിൽ എനിക്ക് പോയിട്ട് ഇവിടെ വരാൻ കഴിയുകളെന്ന് പറഞ്ഞു തരി. ബസ് കയറി വിട്ട് വേണം വരണമെങ്കിൽ. ചെയ്യാൻ പറ്റില്ലെന്ന് കരുതിയതെല്ലാം സ്വന്തമാക്കാനാണ് കോഴിക്കോട് കോട്ടൂളി സ്വദേശി വിമലാമ്മയുടെ തീരുമാനം. അതിനാദ്യം വേണ്ടത് ആരോഗ്യമാണ്. അങ്ങനെയാണ് ഫിറ്റ്നസ് സെൻ്ററിൽ വർക്കൗട്ട് തുടങ്ങുന്നത്. വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പാൻ്റ് ഇടാനും ചെരുപ്പിടാനും ഷൂ ഇടാനും എന്നൊക്കെ അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ പഠിച്ച് അതൊക്കെ നല്ല നീറ്റിൽ ഇടാനും പഠിച്ച് അതിനെക്കൊണ്ട് നടക്കാനും പഠിച്ച്. നടക്കാനൊന്നും കഴിയില്ല. ഷൂ ഇട്ട് നടക്കുമ്പോൾ വീട് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. എല്ലാവരും നടക്കുമ്പോൾ ഞാൻ ചോദിക്കും വീണ് പോകുമെന്ന്. നമ്മൾ ആരോഗ്യം വേണ്ടെടുത്തത് ഇപ്പം വളരെ ഭംഗിയായിട്ട് ഞാൻ നടക്കുന്നുമുണ്ട്, പോകണമുണ്ട്. ഇപ്പം ആരോഗ്യത്തിനൊരു കുറവൊന്നുമില്ല, നല്ല അസുഖമില്ല. വയനാട്ടിലൊക്കെ മരുന്നിന് പോയ ആളാണ് മോളെ ഞാൻ. പച്ചമരുന്നിന് വയനാട്ടിൽ പോയിക്കുന്ന ആയുർവേദ മരുന്ന് കുറേ കുടിച്ചിരിക്കുന്ന അവിടെയൊക്കെ നമ്മൾ മുടിഞ്ഞതാണ്. അതിലൊന്നും നമുക്കിതിന് മാറ്റം തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വർക്കൗട്ടിന് വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ മാറ്റങ്ങൾ വന്നത്. രാവിലെ 5:30 വീട്ടിൽ നിന്നിറങ്ങും. 2 വീടുകളിൽ വീട്ടുജോലിക്ക് പോകുന്നുണ്ട്. അത് വേഗം തീർത്ത് നേരെ ജാഫർഖാൻ കോളനി റോഡിലെ ടീം ത്രിബിളഫിലെത്തും. കൂടെയുള്ളവർ പോലും ഒന്ന് കിതയ്ക്കുമ്പോൾ വിമലാമ്മയ്ക്ക് ഒരു ക്ഷീണവുമില്ല. ഞാനിപ്പോൾ 2-3 വീട്ട് പോകുന്നുണ്ട്. അത് ഒന്നരാടായിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കും, അടിച്ചു വരും, പാത്രം കഴുകൽ, എല്ലാ പണിയും ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണം എടുത്ത് ഞാൻ പോരും. വർക്കൗട്ടിൻ്റെ സമയത്ത് ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും. പിന്നെ ഇവിടെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് 9:30 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ പോകും. പിന്നെ പോയിട്ട് പിന്നെ ബാക്കിയുള്ള ജോലിക്ക് പിന്നെ പോകും. അങ്ങനെ ഓരോ 12:30 മണിയാകുമ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിയാം. ഇനിയൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ സിനിമയിലൊന്ന് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായത്. ഇവിടെ ഒന്ന് നടത്തി കയറാൻ പറ്റുമോ? ചെറുപ്പം മുതലിച്ചിട്ടേ നയിക്കുന്ന നയിപ്പാണ് വീട്ടുജോലി. അതെനിക്ക് കുറവായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമുക്കതൊരു ജോലിയാണ്. എന്ന് വെച്ചാൽ എന്ത് പണിയെടുത്താലും അതൊരു ജോലിയായിട്ടേ നമുക്ക് കാണാൻ പറ്റും. ഈ നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യം മക്കളെ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കി. ഇപ്പം ഞാൻ അവരുടെ കാര്യം നോക്കൂല. ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ. നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കുക. ചില നല്ല പാഠങ്ങൾ ജീവിതത്തിലൂടെ പഠിക്കുകയാണ് വിമലാമ്മ. ചുറ്റുമുള്ളവർക്ക് പഠിപ്പിക്കുകയും. കുറച്ച് കളിക്കുമ്പോൾ ഓലൊക്കെ തളരും. പിന്നെ ഞാനാണ് മുന്നോട്ട് തളരാണ്ട് കളിക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ തന്നെയുള്ളൂ. അപ്പോൾ അതിനും കൂടി ഒരു അലർജി ഉണ്ട് ഇപ്പം. മറ്റത് നമ്മൾ കുഴഞ്ഞു പോയാൽ പോയില്ലേ, അപ്പോൾ അത് കുഴയരുത്. ഇപ്പം ഇത്രയും കളിച്ചിട്ട് ഞാൻ കുഴഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. ഇനി ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിമലാമ്മ ഇവിടെ വരുന്നത്. അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും റിസൾട്ട് എടുപ്പിക്കണം, കൂടെ നിൽക്കണം എന്നൊക്കെയുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. കാരണം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവിടെ ചെറുപ്പക്കാരൊക്കെ അവിടെ കുറച്ച് നേരം ടൈം എന്നൊക്കെ വിചാരിച്ച് വർക്കൗട്ട് ചെയ്യാൻ മടിച്ചിരുന്നാലും എഴുന്നേറ്റ് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൊണ്ട് പുള്ളിക്കാരി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളിനി ഇത് ചെയ്യേണ്ട സമയമായിട്ടുണ്ടല്ലേ? കഴിഞ്ഞു അല്ലേ? പ്രായാവുന്നതനുസരിച്ച് ചെയ്യണം. എനിക്ക് ആരോഗ്യമില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സഞ്ജു പുറ്റമലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.